ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പുതിയൊരു മീനിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മീൻ പൊരിക്കുമ്പോൾ എനിക്ക് ഒരു ഷാലോ ഫ്രൈ മതി, സോഫ്റ്റ് ഫ്രൈ മതി. പക്ഷേ ഇക്കൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മൊരിഞ്ഞ് ഫ്രൈ ആയിട്ട് ഐറ്റംസ് കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഇന്നൊരു റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പൊരിക്കണ്ട എന്നാണ് തീരുമാനം. അപ്പോൾ ഞാനിതാ മീൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഇഷ്ടത്തിനാവില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ കൂന്തൽ അല്ലെങ്കിൽ ക്രാബൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉലുവ ചേർക്കില്ല. പക്ഷേ എനിക്ക് ഉലുവയോടുള്ളൊരു ഇഷ്ടവും ഉലുവൻ്റെ ഗുണമൊക്കെ കണ്ടപ്പോൾ അത് ഒഴിവാക്കാൻ തോന്നിയില്ല. അപ്പോൾ ഉലുവ പൊട്ടി വന്നപ്പം സവാള ചേർത്തിട്ട് അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് സവാള വഴന്ന് വന്നപ്പോൾ തക്കാളി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ പേസ്റ്റ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്താലും മതി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയാലും മതി. ഇപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്തെടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതലൊന്നുമില്ല, മഞ്ഞളും മുളകും മാത്രമാണ് ചേർത്തത്. 1/2 ടേബിൾ സ്പൂണ് മഞ്ഞളും 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തത്. അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നാൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ഗ്രേവി രൂപത്തിലാക്കിയെടുക്കാം. കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ചാറ് ഞാൻ ആക്കിയെടുക്കുന്നില്ല. അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീൻ കൂടെ ചേർത്തിട്ട് ഇനി അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വേകുന്ന മീനാണെങ്കിൽ ചെറിയ അളവിലുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിട്ടോ. അതായത് അതൊന്ന് അടിക്ക് പിടിക്കാതിരിക്കാനുള്ളൊരു വെള്ളം മതി. മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും വേണം, അത്രയും മതി. പിന്നെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്നുള്ളൊരു ബാഷ്പീകരണം കൊണ്ട് തന്നെ അതിനകത്തേക്ക് വെള്ളം ചേർന്ന് വരും. ഇനി നിങ്ങൾക്ക് അടച്ച് വെക്കണമെന്നില്ല, ചാറ് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ മീനും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മീൻ വെന്ത് കഴിഞ്ഞാൽ സംശയം തോന്നുകയാണെങ്കിൽ കഷ്ണങ്ങൾ മാറ്റിയതിന് ശേഷം ഗ്രേവി മാത്രം വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിലേക്ക് പീസസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി കറി ഒന്നുകൂടെ കുറുക്കിയെടുക്കണം. ഇനി ഇത് ഒറ്റക്കോ അല്ലെങ്കിൽ മീനിൻ്റെ കൂടെയോ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇങ്ങനെ കോളിഫ്ലവർ പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പൊതുവേ പച്ചക്കറി മാത്രം കഴിക്കുമ്പോൾ അധികം ചാറിൻ്റെ ആവശ്യം വരാറില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറുക്കി ചെയ്തത്. ഇങ്ങനെ പുളിയൊന്നും ചേർക്കാതെ ഇതേപോലൊരു മീൻ ഗ്രേവി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്ക് സാലഡിൻ്റെ കൂടെയോ ഇനിയിപ്പോൾ വേവിച്ച പച്ചക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. മീൻ കറി മിസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇടയ്ക്ക് പറയും ഉമ്മ ഉണ്ടാക്കുന്ന പോലെ ഒരു മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെന്ന്. പക്ഷേ ഞാനൊരിക്കൽ പുളി ഇട്ടിട്ട് ഉണ്ടാക്കിയപ്പം ഇതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേതായാലും ഒരു പരീക്ഷണമായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇത് സെയിമാണ്, കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമായൊക്കെ ചെയ്തു. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.